വയനാട് പനമരത്ത് അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി. പോത്തിന് നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിയുതിർത്തു. എയർഗണ്ണിന്റെ പെല്ലറ്റ് കൊണ്ട് 2 പേർക്ക് പരുക്കേറ്റു. വനംവകുപ്പ് ജീവനക്കാരനും പരുക്കേറ്റിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രി കെല്ലൂർ കാപ്പുംകുന്ന് എടവനച്ചാൽ സ്വദേശിയായിട്ടുള്ള കൂടുവേൽ സ്വദേശി 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ 2 പേരും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ജലീൽ എന്നാണ് ഒരാളുടെ പേര് ജസീം എന്നാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ജയസൂര്യയാണ്. അങ്ങനെ 3 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റിയത്. ഇന്നലെ രാത്രിയാണ് 4 മൈൽ ഭാഗത്ത് പോത്ത് വിരണ്ടോടിയത്. രാവിലെ കുളിവേൽ ഭാഗത്തെത്തിയ പോത്തിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിയുതിർത്തത്. ഈ ജലീലിന് മുഖത്തും ജസീമിന് വയറിനുമാണ് പരിക്കേറ്റത്. ഈ RRT അംഗം കൂടിയായിട്ടുള്ള ജയസൂര്യയ്ക്ക് പുറത്താണ് പോത്തിന്റെ ആക്രമണത്തിലാണ് പരിക്കേറ്റത്. 2 പേർക്ക് ഈ പെല്ലറ്റ് വെടി ഉതിർത്തപ്പോൾ അത് കൊണ്ടാണ് ബാക്കി 2 പേർക്കും പരിക്ക് പറ്റിയിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ജയസൂര്യ എന്ന് പറയുന്ന ഈ RRT ടീമിലെ ഉൾപ്പെട്ടയാൾ നേരത്തെ പഞ്ചാരക്കുലിയിൽ വെച്ച് കടുവയെ പിടികൂടുന്ന ദൗത്യത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആളാണ് ജയസൂര്യ. അതേ ജയസൂര്യക്ക് തന്നെയാണ് പോത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മറ്റ് 2 പേരുടെയും ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് പരിക്കേറ്റ 2 പേരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, വയനാട് ഇന്നലെയാണ് പനമരത്ത് അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടിയത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോത്തിന് നേരെ വെടിയുതിർത്തു. എയർഗണ്ണിന്റെ പെല്ലറ്റ് കൊണ്ട് 2 പേർക്ക് പരുക്കേറ്റു. അതിൽ വനംവകുപ്പ് ജീവനക്കാരൻ ഉൾപ്പെടെയുണ്ട്. പക്ഷേ പരുക്ക് നിസാരമാണ് എന്നുള്ളതാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം.